വീഡിയോ ഇന്ന് കേരളത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് റേഷൻ കാർഡ് മാറ്റം. നിങ്ങളുടെ റേഷൻ കാർഡ് ഇനി പഴയ പോലെ തുടരുമോ, മാറ്റപ്പെടുമോ, അല്ലെങ്കിൽ റദ്ദാകുമോ എന്ന സംശയം ഇന്ന് പലർക്കുമുണ്ട്. കാരണം സർക്കാർ റേഷൻ കാർഡുകളുമായി ബന്ധപ്പെട്ട വലിയ പരിശോധനകളും ഡാറ്റ അപ്ഡേഷനും ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണം എന്താണ്? സർക്കാർ പറയുന്നത് യഥാർത്ഥത്തിൽ അർഹതയുള്ളവർക്ക് മാത്രം സബ്സിഡി എത്തണം, അനർഹർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണം എന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായും 4 തരത്തിലുള്ള റേഷൻ കാർഡുകളാണ് ഉള്ളത്. മഞ്ഞ കാർഡ്, പിങ്ക് കാർഡ്, നീല കാർഡ്, വെള്ള കാർഡ്. ഇതിൽ മഞ്ഞയും പിങ്കും സബ്സിഡിയുള്ള കാർഡുകളാണ്. പക്ഷേ സർക്കാർ കണ്ടെത്തിയത് ഉയർന്ന വരുമാനമുള്ളവർ, വലിയ വീടുകളും കാറുകളും ഉള്ളവർ പോലും ഇനിയും സബ്സിഡി കാർഡ് ഉപയോഗിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ റേഷൻ കാർഡ് ഡാറ്റ, വരുമാന സർട്ടിഫിക്കറ്റ്, വീട്, വാഹനം, ബാങ്ക് ഇടപാടുകൾ എന്നിവയുമായി ബന്ധിപ്പിച്ച് പരിശോധിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. സർക്കാർ എല്ലാവരുടെയും റേഷൻ കാർഡ് ഒറ്റയടിക്ക് റദ്ദാക്കുന്നില്ല. പക്ഷേ ഡാറ്റയിൽ സംശയം തോന്നുന്ന കാർഡുകൾ ആദ്യം പരിശോധനയിലേക്ക് പോകും. അവിടെ തെറ്റുകൾ കണ്ടെത്തിയാൽ കാർഡ് വിഭാഗം മാറ്റപ്പെടും, അല്ലെങ്കിൽ അത്യാവശ്യമായാൽ റദ്ദാക്കലിലേക്കും പോകാം. ഇപ്പോൾ പലർക്കും വരുന്ന മറ്റൊരു സംശയം റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ കിട്ടാതെ വരുമോ എന്നതാണ്. അങ്ങനെയൊരു സാഹചര്യം എല്ലാവർക്കും ഒരുമിച്ച് ഉണ്ടാകില്ല. പക്ഷേ നോട്ടീസ് കിട്ടിയവർ അല്ലെങ്കിൽ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാത്തവർ ജാഗ്രത പുലർത്തണം. നിങ്ങളുടെ വീട്ടിലെ ആധാർ, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, വോട്ടർ ID എല്ലാം ശരിയായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, സാധാരണ ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി, നോട്ടീസ് വന്നാൽ അത് അവഗണിക്കരുത്. രണ്ടാമതായി, വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ സപ്ലൈ ഓഫീസ് എന്നിവയിൽ പോയി കൃത്യമായ വിവരം അന്വേഷിക്കുക. മൂന്നാമതായി, തെറ്റായ വിവരങ്ങൾ ഡാറ്റയിൽ ഉണ്ടെങ്കിൽ അത് ഉടൻ തിരുത്താൻ അപേക്ഷ നൽകുക. കാരണം ഒരിക്കൽ കാർഡ് റദ്ദായാൽ പിന്നെ തിരികെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ അടുത്ത ഭാഗം ഇനിയും വളരെ പ്രധാനമാണ്. ആർക്കൊക്കെ റേഷൻ കാർഡ് റദ്ദാകാൻ സാധ്യതയുണ്ട്? തെറ്റായി റദ്ദാക്കിയാൽ എങ്ങനെ തിരികെ ലഭിക്കും? പരാതി നൽകേണ്ട ഓഫീസ് ഏതാണ്? ആവശ്യമായ രേഖകൾ എന്തൊക്കെ? ഇതെല്ലാം ഫുൾ ഡീറ്റെയിൽസ് ആയി അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അത് കാണാൻ കാരുണ്യ ഫിനാൻസ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ആയി എഴുതുക.